പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് യുഎഇയിലെ എയർപോർട്ട് അധികൃതർ പുതിയ പ്രവർത്തന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഇന്ത്യക്കും യുഎഇക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ഇതോടെ നിരവധി പ്രവാസികളാണ് യാത്ര ചെയ്യാനാവാതെ വീട്ടിലായത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കും യുഎഇക്കും ഇടയിലുള്ള വിമാന സർവീസുകളാണ് ഇപ്പോൾ തടസ്സപ്പെടുന്നത്. യുഎഇയിലെ എയർപോർട്ട് അധികൃതർ പുതിയ പ്രവർത്തന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈയൊരു തടസ്സം. ഇത് ഇന്ത്യൻ വിമാന കമ്പനികളെ സേവനങ്ങൾ വെട്ടിച്ചുരുക്കാനും നിർബന്ധിതരാക്കിയിരുന്നു. ഇതോടെ നിരവധി പ്രവാസികളാണ് യാത്ര ചെയ്യാനാവാതെ ബുദ്ധിമുട്ടിലായതും. പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും തങ്ങളുടെ എക്സ് അക്കൗണ്ടിലൂടെ ഒരു അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. യുഎഇയിലെ വിമാനത്താവള അധികാരികളുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും 2026 മാർച്ച് 15 അവരുടെ അഡ്ഹോക് പ്രവർത്തനങ്ങൾ വെട്ടിച്ചുരുക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നാണ് അവർ കുറിച്ചത്. ഇത് പ്രധാന യുഎഇ ഹബ്ബുകളിലേക്കുള്ള നിരവധി വിമാനങ്ങളെ തന്നെ ബാധിച്ചിട്ടുമുണ്ട്. എയർലൈനുകൾ നൽകുന്ന വിവരമനുസരിച്ച് നിയന്ത്രണങ്ങളെ തുടർന്ന് എയർ ഇന്ത്യയുടെ ഡൽഹി ദുബായ് മടക്കയാത്രകളിലൊന്ന് മാത്രമേ അന്ന് സർവീസ് ചെയ്തിട്ടുള്ളൂ. ആസൂത്രണം ചെയ്ത 5 ദുബായ് വിമാനങ്ങളിൽ 4 എണ്ണവും റദ്ദാക്കിയതായും എയർലൈൻ വ്യക്തമാക്കിയിരുന്നു. ഈ യുദ്ധസമാന സാഹചര്യത്തിൽ വിമാന സർവീസുകളെ സാരമായി ബാധിക്കുന്ന സംഭവവികാസങ്ങളാണ് അടുത്തിടെ ഉണ്ടായത്. എയർ ഇന്ത്യ എക്സ്പ്രസും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഗണ്യമായി തന്നെ കുറച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുള്ള ഒരു മടക്കയാത്ര മാത്രമാണ് അവർ നടത്തിയത്. ദുബായിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന 6 വിമാനങ്ങളിൽ 5 എണ്ണവും റദ്ദാക്കുകയും ചെയ്തിരുന്നു. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും പ്രവാസികൾ കൂടുതലായി ആശ്രയിക്കുന്ന എയർലൈനുകളാണ്. അബുദാബിയിലേക്കുള്ള വിമാന സർവീസുകളെയാണ് ഇത് കൂടുതലായും ഗുരുതരമായി ബാധിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസിന് യുഎഇ തലസ്ഥാനത്തേക്കുള്ള 5 ഷെഡ്യൂളുകൾ സർവീസുകളും റദ്ദാക്കേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് എമിറേറ്റ്സുകളിലേക്കുള്ള ചില സർവീസുകളും തുടരും. ഡൽഹി, കണ്ണൂർ, കൊച്ചി, കോഴിക്കോട്, മുംബൈ, തിരുവനന്തപുരം തുടങ്ങിയ നിരവധി ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നാണ് ഷാർജയിലേക്ക് വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.